ജാക്സൺ യുഗത്തിയ നമ്മൾ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ടി വി ചാനലുകൾ നോക്കിയാലോ നമ്മുടെ മൊബൈലിൽ നോക്കിയാലോ എപ്പോഴും യുദ്ധം കണ്ടുകൊണ്ടിരിക്കും. ഇങ്ങനെയൊന്നും അവിടെ യുദ്ധം നടക്കുന്നില്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്ന ഇവരെപ്പോഴും ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കിട്ടിയ മേജസ് ഓരോന്നെടുത്ത് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ 24/7 യുദ്ധം നടക്കുകയാണ്. അങ്ങനെയല്ല നടക്കുന്നത്. അവിടെ ആകെ 2 വീണുണ്ടാവുള്ളൂ. അങ്ങനെ 10 വീണ് 2 എടുത്തിട്ട് ഒരു 500 വട്ടം കാണിക്കും. ഇങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്. അത് നമ്മൾ മൊബൈലിൽ ഇങ്ങനെ കുറെ കണ്ടുകൊണ്ടിരിക്കും. ഇതിൻ്റെ ഇടയിൽ കൂടെ കുറേയൊക്കെ ഗ്രാഫിക്സും പരിപാടിയൊക്കെ ചെയ്ത സാധനങ്ങളൊക്കെ ഇങ്ങനെ കയറ്റി വിട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. എന്തുകൊണ്ടാണ് ഈ ഇറാൻ അതിൻ്റെ അയലക്കത്തുള്ള സാധനങ്ങളൊക്കെ അടിക്കുന്നത് എന്ന് നമുക്ക് പലപ്പോഴും ഡൗട്ട് തോന്നാം. ബേസിക്കായിട്ട് അമേരിക്കയുടെ ഏറ്റവും വലിയ ബ്രില്യൻസ് ആണ്. അതായത് ഇവർക്ക് ഇപ്പോൾ ഇന്ത്യനെ അടിക്കണമെങ്കിൽ ഇവർ പാകിസ്ഥാനിലാണ് ഇതിൻ്റെ സാധനങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ സഖ്യകക്ഷി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ റഷ്യനെ അടിക്കാൻ ഉക്രൈനിലാണ് കൊണ്ടുവന്ന് വയ്ക്കുക. അപ്പോൾ ഇതിലെ പ്രശ്നം എന്താ കിടക്കണമെന്ന് അറിയോ? റഷ്യനെ അമേരിക്ക അടിക്കുന്നത് ഉക്രൈനിൽ നിന്നാണ് അടിക്കുന്നത്. അപ്പോൾ റഷ്യ തിരിച്ചെവിടേക്ക് അടിക്കും? ഉക്രൈനിലേക്ക് അടിക്കും. ഇറാനിലേക്ക് അടിക്കാനായിട്ടുള്ള സാധനങ്ങൾ അപ്പുറത്ത് വെച്ചുള്ളപ്പോൾ ഇറാൻ ഓട്ടോമാറ്റിക്കായിട്ട് അവരെ അടിക്കാൻ പറ്റില്ല, അമേരിക്കനെ അടിക്കലുണ്ടാവില്ല. അപ്പോൾ അമേരിക്കയ്ക്ക് യാതൊരു ഛേദവും ഇല്ലാത്ത രീതിയിൽ അവരുടെ സഖ്യകക്ഷികൾക്ക് അടി കിട്ടാവുന്ന രീതിയിലുള്ള സെറ്റപ്പാണ് എല്ലായിടത്തും ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് എന്താ പറയുക, ഇതിൻ്റെ വാറിൽ എപ്പോഴും സക്സസ് എന്ന് പറയുന്ന അമേരിക്കയ്ക്കാണ്. അങ്ങനെ അമേരിക്കനെ ആരും തൊടുന്നില്ല, അവരുടെ ഭാഗത്തേക്ക് ഒരു ബോംബ് പോകുന്നില്ല, അവരുടെ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുമില്ല, മിലിറ്ററിയുടെ പരിപാടിയായിട്ട് വന്നിട്ടുള്ള ആൾക്കാർക്കാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ രാഷ്ട്രീയക്കാർ പലതും പറയും, ജീവൻ പോകുന്നത് നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരുടെയാണ്. ഇവരെ രക്ഷിക്കാനൊക്കെ ഒരുപാട് സംവിധാനങ്ങൾ ഉണ്ടാവും. ഇവർ പ്രൈം പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. ഇടയിൽ ആരും പറഞ്ഞു കേട്ടു, മറ്റേ എന്താ പറയുക ലൈക്ക് ഗൊമേനി അയാളുടെ വീട്ടിൽ തന്നെ ഇരുന്നു, ധീരനായിരുന്നു, ഓടി ഒളിച്ചില്ല എന്നാണ്. അവർ എങ്ങടെങ്കിലും മൂവി ആണെങ്കിൽ അത് അറിയാനുള്ള സംവിധാനവും അതിലുള്ള പരിപാടികളൊക്കെ അപ്പുറത്തുള്ളവർക്കുണ്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്കൊന്നും ഉണ്ടാവുന്നത് നല്ല. നമ്മൾ വേറെ എന്തോ ലോകത്ത് ജീവിച്ചിരിക്കുകയാണ്. മനുഷ്യരവിടെ പിടഞ്ഞ് ചാവുകയാണ്. പല ആൾക്കാരുടെയും സ്വപ്നമായിട്ടുണ്ടായിരുന്ന പല കാര്യങ്ങളും, വീടോ സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളതിൻ്റെ ഉള്ളിൽ ഈ പക്ഷമാണോ ആ പക്ഷമാണോ, അവരാണോ ഇവരാണോ, ഇവരിൽ ഇത്ര അമുട്ടുണ്ട്, ഇവരിൽ ഇത്ര ബോംബുണ്ട്, അവരിൽ ഇത്ര കഷ്ടമാണ്. ഇതിൽ എല്ലായിടത്തും നമ്മുടെ വീട്ടിൽ വന്ന് വീണാലേ നമുക്ക് മനസ്സിലാവുള്ളൂ എന്ന് വാശി പിടിക്കരുത്. ആരുടെ വീട്ടിൽ വീണാലും അത് സങ്കടകരമായ അവസ്ഥയാണ്. മനുഷ്യർ ഈ പരിപാടി നിർത്തുകയാണ് വേണ്ടത്. ഡൊണാൾഡ് ട്രംപ് മറ്റേ പീസിൻ്റെ നോബൽ പ്രൈസ് കിട്ടേണ്ട ആളായിരുന്നു അത്രേ. ഈ പണിയൊക്കെ കാണിക്കുമ്പോഴും ഇത് ചോദ്യം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ നമ്മൾ നിൽക്കുന്നുണ്ടെങ്കിൽ, നമ്മളെപ്പോലെയുള്ള ആളുകൾ ഇങ്ങനെ ഭിന്നിച്ച് നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഒരുമിച്ച് സ്വരമുയർത്താൻ കഴിയാതെ പോകുന്നത്. യുദ്ധങ്ങൾ എവിടെയും നടക്കാതിരിക്കണം. കാരണം യുദ്ധത്തിലൊക്കെ ഭൂരിപക്ഷവും അതിൻ്റെ നഷ്ടങ്ങൾ സംഭവിക്കുന്നത് സാധാ മനുഷ്യർക്കാണ്. അത് മനസ്സിലാക്കുക.